ക്ഷണികമായിരുന്നു കുട്ടിക്കാലം. ആസ്വദിച്ച് കൊതി തീരും മുമ്പേ കാലം കവർന്നെടുത്ത ആ മനോഹരമായ നാളുകളുടെ ഓർമ്മകൾ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. അതുപോലെ മൺമറിഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ കല്യാണി അമ്മൂമ്മയുടെയും ഭവാനി അപ്പച്ചയുടെയും വിലാസിനി അപ്പച്ചയുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ഈ എപ്പിസോഡ് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഗണേശ ശരണം ശരണം ഗണേശ. പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങള് ഫുൾ ടൈം മൊബൈൽ ഗെയിം കളിയല്ല. നിങ്ങള് മൊബൈൽ എന്തൊക്കെ കളിയാ കളിക്കുന്നത്? ഊണുമില്ല ഉറക്കമില്ല, രണ്ടിനും 24 മണിക്കൂർ ഗെയിം കളി. നോക്കണം, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെപ്പോലെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ റൂമിൽ അടച്ചു കൂട്ടിയിരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. സ്വന്തം അച്ഛനമ്മമാരോട് പോലും സംസാരിക്കാൻ സമയമില്ലാതെ. ഇതൊക്കെ കൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയോ നിനക്കൊക്കെ? നീ ഇങ്ങനെ അടുത്താക്കി നിങ്ങളിങ്ങനെ റൂമിൽ ഒറ്റക്ക് അടച്ചു പൂട്ടിയിരുന്ന് ഗെയിം കളിക്കുമ്പോ നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നില്ലേ? സങ്കടം വരുന്നില്ലേ? ദേഷ്യം വരുന്നില്ലേ കളി നോക്കുമ്പോ? അതുകൊണ്ടല്ലേ നീ നേരത്തെ ഇവനെ തല്ലിയത്? ഇങ്ങനെ എപ്പോഴും മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരുന്ന അതിന് അഡിക്റ്റ് ആയി പോവും. മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതറിയോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? നിങ്ങൾക്ക് കളിക്കാൻ എന്തൊക്കെ കളികളുണ്ട്. കുട്ടികൾ കളിക്കേണ്ടത് കൂട്ടം കൂടിയാണ്, അല്ലാതെ ഒറ്റക്ക് റൂമിൽ അടച്ചുപൂട്ടിയിരുന്നല്ല. മനസ്സിലായോ? ഞങ്ങളൊക്കെ പണ്ട് കളിച്ചിരുന്നതേ കൂട്ടം കൂടിയാണ്. അങ്ങനെ കളിക്കുമ്പോൾ ഒരാൾ മാത്രം ജയിക്കും, ബാക്കിയുള്ളവരെല്ലാവരും തോറ്റും പോകും. തോറ്റവർക്ക് സങ്കടവും ഇല്ല, ജയിച്ചവർക്ക് സന്തോഷമില്ല. കളികളെല്ലാം ഒരു എന്റർടൈൻമെന്റ് മാത്രമായിരുന്നു. അങ്ങനെയുള്ള കളികൾ കളിച്ചാലേ തോൽവികൾ മനസ്സിനെ തളർത്തില്ല. എല്ലാവരും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നിൽക്കാൻ കഴിയും. അങ്ങനെ ഒരു സാധനം ഉണ്ട്. നിർത്ത് ചിരി നിർത്തടാ. ഇവിടെ നോക്ക്, മാമൻ പറയുന്നത് കേക്ക്. നിങ്ങൾ വളർന്ന് വലുതായി വരുമ്പോ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. അപ്പോഴെല്ലാം മനസ്സ് കൈവിടാതെ അതിനെല്ലാം തരണം ചെയ്യണമെങ്കിൽ ഈ പ്രായത്തിലുള്ള നല്ല നല്ല കളികളും നല്ല നല്ല ശീലങ്ങളുമാണ് നിങ്ങളെ സഹായിക്കുന്നത്. മനസ്സിലായോ രണ്ടുപേർക്കും? വാ ബാക്കി നടന്നോണ്ട് പറയാം. ഞങ്ങളുടെ പണ്ടത്തെ കളിസ്ഥലമല്ലേ, ഒരു വീടുണ്ടായിരുന്നു. ഞങ്ങളുടെ വിലാസിനെ ചേച്ചി എപ്പോഴാണെന്ന് വിലാസിനെ അപ്പിച്ച്, എന്റെ വിലാസിനെ അപ്പിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെ വിലാസിനെ അമ്മൂമ്മയാണ്. മനസ്സിലായോ? പിന്നെ എനിക്കൊരു സംശയം. എന്താ ഇനി അടുത്ത സംശയം? എന്റെ കൊച്ചിന്റെ ഇങ്ങോട്ട് വാടാ. നീ വന്ന് ഇരിക്കവിടെ വന്നു. പറഞ്ഞത് കേട്ടല്ലോ രണ്ടാളും. ഇങ്ങനെയുള്ള നല്ല കളികൾ വേണം കളിക്കാൻ, അല്ലാതെ മൊബൈലിനകത്ത് ബോംബിടുന്നതും വെട്ടും കുത്തും ഇങ്ങനെയുള്ളതൊന്നും കളിക്കരുത്. ഇങ്ങനെയൊക്കെ കളിച്ചെന്നാൽ എന്താ സംഭവിക്കുന്ന അറിയോ ഭാവിയിൽ?
നീയൊക്കെ വലുതാകുമ്പോ വയലൻസിനെ ഇഷ്ടപ്പെടും. പിന്നെ നീയൊക്കെ വലുതാകുമ്പോ വടിവാളൊക്കെ ആയിട്ട് വെട്ടാനും കുത്താനും ഇറങ്ങും. പിന്നെ പോലീസായി കേസായി അതൊക്കെ വേണോ എനിക്ക്? കണ്ട എന്ത് രസമുള്ള സ്ഥലമാണിത്. ഇവിടെയായിരുന്നു ഞങ്ങള് പണ്ട് കളിച്ചിട്ടിരുന്നത്. ഇവിടെ ഒരുപാട് കുന്നിക്കുരു ചാടിയും എല്ലാം വെട്ടി നശിപ്പിച്ചില്ലേ. ഇവിടെ സ്വർഗമായിരുന്നു ഇത്. മാമന്റെ സ്വർഗ മരത്തിലാണ്. കൂടെ അവിടുന്ന് നൊസ്റ്റാൾജിയ മനസ്സിലാക്കാത്ത കിഴങ്ങ. ഇതാ മാമൻ പറഞ്ഞ കുന്നിക്കുരു. ഇളവൻ താഴെ പിടിക്കാൻ പോയിട്ട് പോകുന്നതിന് പോയില്ല. പിള്ളേരെയൊക്കെ നിർത്തുമ്പോ ഒരു ഉത്തരവാദിത്തം വേണ്ട. ആ മാമനാണെന്ന് പറഞ്ഞ അന്നിട്ട് കാര്യമില്ല. എനിക്കാണ് വിവരമില്ലാത്തോ. അതിന് നാട്ടുകാരൊക്കെ എനിക്കൊരു സൂത്രം കാണിച്ചതായി. എന്താ മാമൻ വന്നടാ. അതെ വാ. ഒരുപാട് കളികളുണ്ട്. അല്ല മാമന്റെ കൂട്ടുകാരുടെ പേരൊക്കെ എന്ന് പറഞ്ഞ കളിക്കണം. ഒരുപാട് കൂട്ടുകാരുണ്ട്. ഞാൻ ശരത്ത്, വാവ, പ്രമോദ്, അജിയക്ക, സീമാക്ക, അമ്പിളിയക്ക, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എങ്ങനെയാ കളി കളിക്കണ എല്ലാ കളിയും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമോ? ആ കളിയൊക്കെ ആ കളിയൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പറഞ്ഞും തരാം. പോകുന്നതിന് മുന്നേ ഇതാണ് നമുക്ക് പഴയ കാലത്തിലേക്ക് പോകേണ്ട വഴി. നിങ്ങൾക്ക് പഴയ കളികളൊക്കെ കാണണ്ടേ? പോകുന്നതിന് മുന്നേ പണ്ട് ഞാൻ നിന്നെ പോലെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ നീയാണ്. മനസ്സിലായോ? അച്ചു നീ ശരത്തിനെ പോലെയാണ്. മനസ്സിലായോ? പണ്ട് ശരത്ത് നിന്നെ പോലെ ആയിരുന്നു. അതുകൊണ്ട് നീ ശരത്താണ്. ഞാനുണ്ട്. ഞാനുണ്ട്. ഞാനാണ് നിങ്ങളുടെ കുട്ടാളി. നമുക്ക് പുല്ലും പുല്ലും പുല്ലരിങ്ങ
മാമനെങ്കിലും പറയും നിങ്ങളെ കേൾപ്പിച്ചു തരാം. പുല്ലും പുല്ലും പുല്ലരിങ്ങ പറടാ കാപ്പിരി കാപ്പിരി. കാപ്പിരി കാപ്പിരി കാപ്പിരിങ്ങ പുല്ല് പുല്ല് പുല്ലരിങ്ങ കാപ്പിരി അപ്പൊ തുടങ്ങാം. അവനെന്ത് ബബാന്റെ കുഞ്ഞ ഞാനൊന്നുമില്ല, നിങ്ങൾ തന്നെ അങ്ങോട്ട് പറ. ഞങ്ങളുടെ രണ്ടാം വാർത്ത ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഷെയറും കൂടെ പറയണം. എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ.